ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനഫ് ഫാഷൻ ടേക്ക്. എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു 3-4 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എനിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഹെയർ ആക്സസറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒത്തിരി വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ ഡെയിലി നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനുള്ളൊരു ആൻസർ ഞാൻ പറഞ്ഞു തരാം. വ്യക്തമായിട്ട് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി കേൾക്കണം എന്നുള്ളവർക്ക് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന കുറേ പേരുണ്ട്, അവർക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സ്കൂളിലൊക്കെ ആനുവൽ ഡേയുടെ ടൈമാണല്ലേ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒരു ബിസിനസ് നടത്താൻ പറ്റിയ ഒരു ടൈമാണ്. ഓഗസ്റ്റ് 15-ഉം ഓണവും ഒക്കെ പോലെ തന്നെ ഈ ഒരു ആനുവൽ ഡേക്ക് നമുക്ക് നല്ലപോലെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. എങ്ങനെയെന്നല്ലേ, ആനുവൽ ഡേക്ക് ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാവും, ഒരേ കണക്കത്തെ ഡ്രസ്സായിരിക്കും, ആക്സസറീസ് ഒരേപോലത്തെ ആയിരിക്കും, എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും മിക്കതും ചെയ്യുന്നത്. ഇപ്പോൾ ഒപ്പനയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞുവാവാളുടെയൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വാടകയ്ക്കൊക്കെ എടുക്കുമായിരിക്കും. കുഞ്ഞു ഫങ്ഷൻസ് ഒക്കെ ആയിരിക്കുമ്പോൾ KG സെക്ഷനിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ KG സെക്ഷനിൽ എന്തായാലും എല്ലാ മക്കൾക്കും ഒരുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഡർ പിടിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യുന്ന മാതിരി തന്നെ ഹെയർ ആക്സസറീസ് ഉണ്ടാവും. അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ്, ഇപ്പം നാടകം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നല്ലൊരു ബിസിനസ് നടക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾ ഈ ഒരു ടൈം മിസ്സാക്കി കളയരുത്. നിങ്ങളുടെ മക്കളും ഓൾറെഡി ഈ ഒരു ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കി പാരൻസിനോടും ഒക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് തന്നെ പറഞ്ഞേക്കാം കേട്ടോ, നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം എന്നുള്ള കാര്യം പറഞ്ഞു വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ഈ ആനുവൽ ഡേക്ക് പോകുമ്പോൾ പാരൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കി കളയരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ആനുവൽ ഡേ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ എന്തായാലും പാരൻസിനെയൊക്കെ നമുക്ക് കുറേ പേരെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ടൈം ഉണ്ടാവും. ഈ ഒരു കുട്ടികളൊക്കെ ഒരുക്കുന്ന ഒരു ടൈമൊക്കെ കാണുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് അവരെ പരിചയപ്പെടുത്താനും സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അതുവഴി എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വാങ്ങിക്കും. പിന്നീട് അവരുമായിട്ടൊരു കോൺടാക്റ്റ് വെക്കാനും നമുക്ക് കൂടുതലായിട്ട് അവർക്ക് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കണ്ട. ഈ ഒരു സമയത്ത് അവർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാനും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പർച്ചേസ്. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടിരിക്കും കേട്ടോ, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഭംഗി അനുസരിച്ചിട്ടിരിക്കും മുന്നോട്ട് അവർ വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഹെയർ ആക്സസറീസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കാര്യം മറന്നുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്, നമുക്കത് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സെയിൽ ചെയ്യുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ സെയിൽ ചെയ്യാം, മറ്റൊന്ന് ഷോപ്പിലത്തേക്ക് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കടയിലോട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത്രയും നന്നായിരിക്കണം കേട്ടോ. നല്ലപോലെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ചോദിക്കാവുള്ളൂ. നമ്മൾ ചുമ്മാ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് സംഭവങ്ങളുണ്ടല്ലോ, ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അത് 100% ഓക്കെ ആയിട്ട് വരണം എന്നില്ല. ആ ഒരു പ്രോഡക്റ്റ് തന്നെ എടുത്തിട്ട് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ചോദിക്കുമ്പോൾ അവർ നമുക്ക് അത് ഓർഡർ തരണം എന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഇംപ്രഷൻ പോയി കിട്ടും. പിന്നീട് നമുക്ക് അങ്ങോട്ട് പോകാനോ ചോദിക്കാനോ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമുണ്ട് പക്ഷേ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മേക്ക് ചെയ്ത് നോക്ക്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കുക കേട്ടോ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഷോപ്പിൽ കൊടുക്കാവുള്ളൂ. എന്തെങ്കിലും ഒരു
ഫോൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് കേട്ടോ, ഷോപ്പിൽ കൊടുക്കരുത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ സെയിൽ ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾക്കത് നല്ല വൃത്തിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു അട്രാക്ഷൻ ഉണ്ടാവണം ആ ഒരു പിക്കിന്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ഷോപ്പിൽ പോയിട്ട് എടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ നന്നായിട്ട് തിരിച്ച് മറിച്ച് 50 തവണ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴും ആ കാണുന്ന ഒരു ഭംഗി അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. അത്രമാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ആദ്യമേ നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന തന്നെ ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സക്സസ് ആയിട്ട് പോവില്ല. ഇത് പറയാൻ കാരണം എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എനിക്ക് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരും. ഇത്ര നമ്മൾ തുടക്കക്കാരാണ്, ആദ്യമായിട്ട് ഇത്താടുന്ന കിറ്റ് മേടിച്ചാണ്, എന്നിട്ട് ട്രൈ ചെയ്തതാണ്, ഇത് ഷോപ്പിൽ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഷോപ്പിൽ കൊടുത്തിട്ട് എടുത്തില്ല, എന്തുകൊണ്ടാണ് എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തരും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് പെർഫെക്റ്റ് ആയിട്ടല്ല അവർ ചെയ്തേക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. ഇപ്പോൾ ഷോപ്പിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ എടുക്കുകയുള്ളൂ. കാരണം അവർക്ക് വില കുറച്ചിട്ട് കമ്പനി സാധനങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് അത്രയും പെർഫെക്ഷൻ വേണം, എന്നാൽ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. പിന്നെ വില, നമുക്ക് ഒത്തിരി വിലയൊന്നും ഷോപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നതിന് വളരെ വില കുറച്ചിട്ട് മാത്രമേ ഹോൾസെയിൽ കൊടുക്കാനായിട്ടും പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, പിന്നെ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് എപ്പോഴും കേൾക്കുന്നതാണ്. സെയിൽ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. എന്ത് സാധനം ആണെങ്കിലും നമ്മൾ 1, 2, 3, 4 വട്ടമൊക്കെ ട്രൈ ചെയ്ത് ആയാലും ചിലപ്പോൾ ശരിയാവണം എന്നില്ല. സെയിൽ എന്ന് പറയുന്നത് അതെനിക്കിപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ച് തരാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും, അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ വ്യത്യസ്തരായിരിക്കും. അപ്പം നമ്മൾ അവർക്കനുസരിച്ചിട്ട് അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്ത് അവരോട് സംസാരിച്ച്, അതൊരു സ്കില്ല് തന്നെയാണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേറൊരു തലമാണ്. അത് പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്കറിയണ ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മേക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും, അതിലുള്ള മിസ്റ്റേക്സ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതാണ് എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യാൻ അറിയാം, അതെനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റും. പക്ഷേ സെയിൽ എന്ന് പറയുന്ന ഒരു സാധനം പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ ആളല്ല കേട്ടോ. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റേതായ രീതിക്കനുസരിച്ചിട്ട് ഞാൻ ഓരോരോ മാറ്റങ്ങൾ വരുത്തിയിട്ടും സംസാരിച്ചിട്ടും ഒക്കെ തന്നെയാണ് സെയിൽ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്നല്ല, ഏത് ബിസിനസ് ആയാലും നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിച്ചിങ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന കണക്ക് ഇരിക്കൂലേ. നമ്മൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പുറത്തോട്ട് നമ്മൾ എത്രത്തോളം എത്തിക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരാളിപ്പോൾ ചെയ്തുകൊണ്ട് പോയിട്ട് ഓക്കെ അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ പറയൂലേ, നമ്മൾ ഇന്നടുത്ത് കൊണ്ടുപോയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്, അപ്പോൾ അത് ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് കേട്ടും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഓരോ വർക്കുകൾ കിട്ടുന്നത്. സെയിം അതുപോലെ തന്നെയാണ് ഈ ഹെയർ അക്സസറീസ് എന്ന് പറയുന്നതും. നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും 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 നമുക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 തവണയോ 2 തവണയോ ശ്രമിച്ചു നോക്കി ശരിയായില്ല എന്ന് വെച്ചിട്ട് ഇട്ടിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല. അത് ഇതെന്നല്ല, ഏത് ബിസിനസ് ആയാലും നമ്മൾ എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സെയിൽ ഇല്ല എന്ന് പറയാതെ, ചിലപ്പോൾ എന്താണ് എപ്പോഴും നമുക്ക് നല്ല രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു സമയം നമുക്ക് വരും എന്ന് കുറച്ച് വിശ്വാസത്തോടു കൂടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു റേറ്റിൽ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കുക. ജസ്റ്റ് അതുകൊണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് അറിയണമല്ലോ. നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് സെയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അതായത്
അപ്പോൾ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ തന്നെ ഒന്ന് കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ച് അതൊന്ന് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ എത്രത്തോളം നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഒരു ഇത് നമുക്ക് വരുമല്ലോ, ഒരു ഐഡിയ കിട്ടുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കൂടുതൽ നമ്മൾ ആലോചിച്ച് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ റോ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് അങ്ങനെ ഒന്നും തുടങ്ങേണ്ട ഒരു ബിസിനസ്സേ അല്ല. മെഷീനറീസിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല കേട്ടോ. നമുക്ക് ആകെപ്പാടെ ഒരു ലൈറ്ററും ഒരു കത്രികയും കുറച്ച് ഹെയർ ബോയും അല്ലെങ്കിൽ കുറച്ച് റിബൺസും ഉണ്ടെങ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് ഹെയർ ബോ മാത്രം മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള തുണികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം ഭംഗിയിൽ, എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ നമുക്ക് പ്രോഡക്റ്റുകൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിൽ ചെയ്യാൻ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ കഴിവാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ വഴിയോ ഷോപ്പിലത്തേക്കോ ഒക്കെ കൊടുക്കാൻ നമ്മൾ കണ്ടുപിടിക്കുന്ന വഴികളാണ്. എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് നന്നാവുന്നോ അത്രത്തോളം നമുക്ക് സെയിൽ ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ കൂടുതൽ പേരുടെയും ഡൗട്ട് ഈ ഒരു ചെറിയ ബിസിനസ്സൊക്കെ കൊണ്ടിട്ട് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇതെങ്ങനെയാണ് സക്സസ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് കുഞ്ഞു കാര്യം തന്നെയാണ് കേട്ടോ. ആദ്യമേ ഭയങ്കര വലിയ എമൗണ്ടൊന്നും നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷേ അത് സക്സസ് ആയാൽ നമുക്ക് ജീവിക്കാനുള്ള എമൗണ്ട് അതിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ കുറഞ്ഞ പൈസയ്ക്ക്, വളരെ കുറഞ്ഞ തുച്ഛമായ പൈസയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോയി ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണാണെങ്കിലും ഇട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു വരുമാനത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടേതായ ഡെയിലി ഉള്ള കാര്യങ്ങളും ഒപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും നമുക്കിത് കൊണ്ടിട്ട് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ബിസിനസ് എന്നല്ല, ഏതൊരു ബിസിനസ് തന്നെ ആയിക്കോട്ടെ, നമുക്ക് അതിനെ സക്സസ് എന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് പറ്റുന്ന അത്രയും നമ്മുടെ മാക്സിമം അതിന് എഫേർട്ട് ഇടുക, നമ്മൾ മാക്സിമം നമ്മളതിന് കൊടുക്കുക. ചിലപ്പോൾ പലതവണ നമ്മൾ വീഴും, എന്നാലും വീണ്ടും വീണ്ടും നമ്മളതിൽ നിന്ന് എഴുന്നേറ്റിട്ടൊന്ന് നടക്കാൻ ശ്രമിച്ചു നോക്കുക, ശരിയാവും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം കുറേയൊക്കെ പരീക്ഷിച്ചാലും ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് അത്ര ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് ശരിയാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ.